ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ടുഡേയ്സ് വീഡിയോ ഈസ് ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് വീഡിയോ. അപ്പോൾ ഞാൻ തൃപ്രയാറുള്ള മാർജിൻ ഫ്രീ എന്ന് പറഞ്ഞൊരു ഷോപ്പിൽ നിന്നാണ് ഇപ്രാവശ്യത്തെ സ്കൂൾ സാധനങ്ങൾ മൊത്തം വാങ്ങിയത്. അപ്പോൾ നോട്ട്ബുക്കിനൊക്കെ ഞാൻ ആദ്യമായിട്ടാട്ടോ പുറത്തുനിന്ന് വാങ്ങുന്നത്. ഞാൻ സാധാരണ സ്കൂളിൽ നിന്ന് തന്നെയാണ് വാങ്ങാറ്. ഇപ്രാവശ്യം എന്തായാലും മാറ്റിപ്പിടിച്ചു. ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. എന്ത് സാധനമായാലും പേനാണ് ഞാൻ നിങ്ങൾക്ക് ഫസ്റ്റത്തെ ഒരു ഇതിൽ തന്നെ നിങ്ങൾ കണ്ടു കാണും. പേനയും പശയൊക്കെ ഇപ്രാവശ്യത്തെ നെയിം സ്ലിപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഗൈസ്. നല്ല രസം എനിക്ക് തോന്നി. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇപ്രാവശ്യത്തെയാണ് ഗൈസ് കുറച്ചും കൂടെ വെറൈറ്റി ആയിട്ടുള്ള എനിക്ക് തോന്നിയത്. ഞാൻ നിങ്ങൾക്ക് കുറേയൊക്കെ കാണിച്ചു തരുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്ന ബാർബിയുടെ എനിക്ക് അത്ര ഇഷ്ടമായില്ല. ഒരു ബാർബിയും 2 സാൻറിയോ തീമിൻ്റെയും വാങ്ങിയിട്ടുണ്ടായി. ഞാൻ 2 തരമാണ് വാങ്ങിയത്. ചിലതൊന്നും എനിക്ക് തീരെ ഇഷ്ടമായില്ല, പക്ഷെ ചില നെയിംസ് ഇപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ എല്ലാം കൂടെ എടുക്കാൻ പറ്റില്ലല്ലോ ഗൈസ്, എല്ലാത്തിൻ്റെ ആവശ്യമില്ല. പിന്നെ എന്തിനാണ് എല്ലാം കൂടെ എടുക്കുന്നത്? ഇതൊരു ബാക്കിക്ക് തള്ളി നിൽക്കുന്ന ഒരു ബാർബിയുടെ സ്റ്റിക്കർ കണ്ടില്ലേ, അതാണ് ഞാൻ ബാർബിയുടെ എടുത്തത്. ഞാൻ എന്തൊക്കെ കാണിച്ചു തരാം ഗൈസ്. സാൻറിയോ തീം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, അതുകൊണ്ടാണ് ഞാൻ 2 എണ്ണം വാങ്ങിയത്. എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ടൊക്കെ തോന്നുന്നു. അപ്പോൾ അതേ ഇവിടെ കുറേ പല സൈസിലും പല തരത്തിലും ഉള്ള കുറേ പശകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഈ ഒരു ഫെവിക്കോൾ എടുത്തിട്ടുണ്ടായി. പിന്നെ നോട്ട്ബുക്സും ഏത് തരം വേണമെങ്കിലും എടുക്കാനുള്ളതുണ്ട്. സിംഗിൾ ലൈൻ അല്ലെങ്കിൽ വേറെ. പിന്നെ എനിക്ക് മാത്സ് ബുക്ക് കിട്ടി ഗൈസ്. ഞാൻ നല്ല പേടിയിലാണ് വന്നത്, മാത്സ് നോട്ട് ബുക്ക് ഇവിടെ കിട്ടുമോ എന്നുള്ളത്. ഇവിടെ എല്ലാ തരം കിട്ടും, മാത്സും കിട്ടി ഗൈസ്. ഞാനത് ഒരെണ്ണം എടുത്തുള്ളൂ. ശരിക്കും 2 എടുക്കേണ്ടതാണ്, പക്ഷെ ഞാൻ എടുക്കാറില്ല ഗൈസ്. എന്തായാലും എനിക്ക് 2 ബുക്കേ ആവശ്യം വരാറുള്ളൂ. അപ്പോൾ ഞാൻ അത് എന്തായാലും കുറേ മന്ത്സ് കഴിഞ്ഞിട്ട് എനിക്ക് അടുത്ത ബുക്കിൻ്റെ ആവശ്യം വരാറുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ എടുക്കാൻ നിന്നില്ല. പേന കുറേ തപ്പി ഗൈസ്. പേന പല രീതിയിലൊക്കെ ഉണ്ട്, പക്ഷേ ലെക്സിയുടെ ബ്ലൂ തന്നെ എനിക്ക് വേണം. എനിക്ക് ബ്ലാക്ക് ഉപയോഗിക്കാൻ വലിയ ഇഷ്ടമില്ല. അപ്പോൾ ബ്ലൂ നോക്കി വന്നപ്പോൾ കുറച്ച് ഇതായി ഗൈസ്, തപ്പേണ്ടി വന്നു. റെഡും ബ്ലാക്കും ഒക്കെ ആയിരുന്നു ഫ്രണ്ടിലുണ്ടായി. കുറച്ചും കൂടെ തപ്പി വന്നപ്പോൾ ബ്ലൂ കിട്ടി എനിക്ക് ലെക്സിയുടെ. എനിക്ക് ലെക്സിന് ഉപയോഗിക്കാനാണ് കൂടുതൽ ഇഷ്ടം. അത് കാരണം ഞാൻ ലെക്സിയുടെ ബ്ലൂ തന്നെ തപ്പിയത്. കുറേ വെറൈറ്റി പേനകളുണ്ട്. എന്തായാലും അടുത്ത പ്രാവശ്യം നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ കുറേ ബുക്കുകളുണ്ട് കേട്ടോ, ചെറുത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇതിൻ്റെ തന്നെ ചെറിയ സിൽവർ ബുക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ടെസ്റ്റ് പേപ്പർ ആയാലും നാളേക്ക് എന്താ പഠിക്കാനുള്ളത് അതൊക്കെ എഴുതി വെക്കാനായിട്ട്. അതിൽ ഇനിയും ഒരുപാട് പേജ് ബാക്കിയുണ്ട്. അത് കാരണം ഞാൻ ഇപ്രാവശ്യം പുതിയതായിട്ട് വാങ്ങാൻ നിന്നില്ല. പക്ഷെ എടുത്ത് നോക്കി പിന്നെ വേണ്ടാന്ന് വെച്ചു. കുറേ പേജ് ഉണ്ടെന്ന് വെച്ചാൽ ആ ബുക്ക് കാൽഭാഗം ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ, കുറച്ച് എഴുതിയിട്ടുള്ളൂ. മിക്ക ദിവസങ്ങളും ഞാൻ എഴുതാൻ മറക്കും, അത് കാരണം കുറച്ച് ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ പിന്നെ പുതിയത് വാങ്ങണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കുറേ നേരമായിട്ട് ഇങ്ങനെ കാണിച്ചു തരുന്നതെന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോ 3 മിനിറ്റുള്ളൂ. ഞാൻ ഇതിനെ 6 ആക്കിയതാണ്. അപ്പോൾ ഇത്തിരി സ്ലോ ആയിട്ട കാരണം ഞാൻ ഇതൊക്കെ ചെറിയ ക്ലിപ്പുകളാണ്. സ്ലോ ആയിട്ട കാരണം കുറേ നേരം ഇങ്ങനെ കാണിക്കുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ അതിനെന്തായാലും ഞാൻ സോറി പറയാണ് ഗൈസ്. എനിക്കിപ്പോൾ എല്ലാം കൂടെ പറയണമെങ്കിൽ ഇത്തിരി വലിയ വീഡിയോ ആവണമല്ലോ. പിന്നെ ഇടുമ്പോഴും ഇത്തിരി വലിയ വീടുന്നത് നല്ല രസം. അപ്പോൾ ഇവിടെ കുറേ പെയിൻറ്റിൻ്റെ ആയാലും കളക്ഷൻസൊക്കെ ഉണ്ട്. പേസ്റ്റൽ കളറിൻ്റെ ഒക്കെ 10 ഇവിടെ നല്ലൊരു കടയാണ്. ശരിക്കും നമുക്ക് അഫോർഡബിൾ റേഞ്ചിലായിരിക്കും നമുക്ക് ഈ സംഭവങ്ങളൊക്കെ കിട്ടാറ്. പിന്നെ ഞാനൊരു വൈറ്റ്നർ എടുത്തിട്ടുണ്ടായി. ഇവിടെ നല്ല ഹോൾസെയിലാണ് കിട്ടാറ് സംഭവങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ നോട്ട്ബുക്ക് ആയാലും നല്ല ഹോൾസെയിലായിരുന്നു ഗൈസ്. കുറേ റേറ്റ് അവർ കുറച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇവിടെ അടുത്താണ് നിങ്ങളുടെ വീട്ടിലെങ്കിൽ എന്തായാലും കയറി നോക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. ഒരു റൂം മേക്ക് ഓവർ വീഡിയോ എന്തായാലും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് ഗൈസ്. ഞാൻ റൂമൊക്കെ ഒന്ന് മേക്ക് ഓവർ ചെയ്യാൻ പോവുകയാണ്. കാരണം കുറേ നാളെ വിചാരിക്കുന്നു ഞാൻ റൂം ആകാമല്ലോ പോലെ. എനിക്ക് തന്നെ എന്തോ പോലെ. ഞാൻ അത് കാരണം പണ്ട് ഈ ബട്ടർഫ്ലൈനെ പേപ്പർ വെച്ചിട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് കുറേ ഒട്ടിച്ചിട്ടൊക്കെ ഉണ്ട്. കുറേ സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എൻ്റെ മുന്നത്തെ വീഡിയോസ് നോക്കിയാൽ കാണാൻ പറ്റും ഗൈസ്. അത് നോക്കിയാൽ നിങ്ങൾക്ക് എന്തായാലും എൻ്റെ വാള് കാണാൻ പറ്റും. ഇപ്രാവശ്യം ഞാൻ പോസ്റ്റേഴ്സ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അതെന്തായാലും ഒട്ടിക്കണം. പിന്നെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ അതിൻ്റെ വീഡിയോ ചിലപ്പോൾ വരുന്നതായിരിക്കും, ചിലപ്പോൾ വരുള്ളൂ. ഞാൻ വലുതായിട്ടൊന്നും ചെയ്യില്ല എന്നാണ്, എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്യുന്നത് ചിലപ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ ചട്ടകളായാലും ഇവിടെ പലതരത്തിലുള്ള ചട്ടകളുണ്ട്. ഈ ചട്ടയുടെ വീഡിയോ കുറച്ച് ലോങ് ആണ് ഗൈസ്. ഞാനത് വോയിസ് ഓവർ ചെയ്യുമ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അതിനിപ്പോൾ ഷോർട്ടാക്കി എനിക്ക് കുറച്ച് പണിയും കിട്ടും. അത് കാരണമാണ് ഞാൻ ഷോർട്ടാക്കാത്തത്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടത് എന്തോരം നേരം ഈ ചട്ട തന്നെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. അതിന് ഞാൻ വെരി സോറി പറയുകയാണ്. അപ്പം ഞാൻ ഓറഞ്ച് ഒരു നോട്ട്ബുക്കിൻ്റെ സൈസാണ്. ഇവിടെ കുറേ ബോക്സിൻ്റെ കളക്ഷനൊക്കെ ഉണ്ട് കേട്ടോ. ആ ചട്ടയുടെ മേലത്തെ ഷെൽഫിലൊക്കെ കാണുന്നത് ബോക്സസ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓറഞ്ച് ചട്ടിയാണ് വാങ്ങിയത്. നോട്ട്ബുക്കിൻ്റെ സൈസ് 3 എണ്ണം വാങ്ങിയിട്ടുണ്ടായി. ഇപ്രാവശ്യം നോട്ട്ബുക്ക് കുറച്ച് കൂടുതൽ വാങ്ങി. എക്സ്ട്രാ ഇരുന്നോട്ടെന്ന് വെച്ചിട്ടാണ് വാങ്ങിയത്. പക്ഷെ ആ എക്സ്ട്രാ കുറച്ച് കൂടിപ്പോയി. 4 എണ്ണം എക്സ്ട്രാ അങ്ങോട്ട് വാങ്ങിയിട്ടുണ്ടായി. ബാക്കിയുള്ളത് ശരിക്കും പറഞ്ഞാൽ ഓരോന്നിനും
ടീച്ചർമാരൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ടെസ്റ്റ് പേപ്പറിനായാലും ഒരു നോട്ട്ബുക്ക് മാറ്റി വയ്ക്കണം. ഞങ്ങൾക്കൊരു നോട്ട്ബുക്കിലാണ് എല്ലാ ടെസ്റ്റ് പേപ്പറും നടക്കാറ്. പിന്നെ ഇമ്പോസിഷൻ ഒരു ബുക്ക് ഞാൻ എപ്പോഴും മാറ്റി വയ്ക്കും. കാരണം ഇനി ഇമ്പോസിഷൻ കിട്ടുമെന്നല്ല, ചില നേരത്ത് നമ്മുടെ കഷ്ടകാലത്തിന് വല്ല ഇമ്പോസിഷൻ കിട്ടുകയാണെങ്കിൽ നമ്മുടെ ബുക്കിൻ്റെ പേജ് തീർന്നു പോകും ഗൈസ്, റഫിൻ്റെ ആയാലും. അപ്പോൾ പിന്നെ അങ്ങനെ തീരണ്ട വെച്ച് ഞാനൊരു ബുക്ക് എക്സ്ട്രാ ഒരെണ്ണം വാങ്ങിയിട്ടുണ്ടായി. പിന്നെ വല്ല നോട്ട്ബുക്കിൻ്റെ പേജ് തീർന്നാൽ അടുത്തതായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി വേറെ 4 എക്സ്ട്രാ വാങ്ങിയിട്ടുണ്ടായി. ശരിക്കും ഞാൻ ആദ്യമായിട്ടാട്ടോ ഇത്ര എക്സ്ട്രാ ബുക്കൊക്കെ വാങ്ങണത്. പിന്നെ എന്തായാലും 8ാം ക്ലാസ് ആയില്ലേ, കുറച്ചധികം എഴുതാണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഒരു റൂം മേക്ക് വീഡിയോ എന്തായാലും അപ്പം ഞാൻ ഓരോന്നോരോന്നായിട്ട് ഇതൊക്കെയാണ് അമ്മ വന്നില്ല. പിന്നെ പൗച്ച് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് ഇതാണ് ഞാൻ കഴിഞ്ഞ പൗച്ച് എൻ്റെ കയ്യിൽ കറക്റ്റ് ഉണ്ട്, ആ സെയിം കളർ. പിന്നെ ഇപ്പൊ ഈ പിടിച്ച യൂണിക്കോൺ ലാസ്റ്റ് മിനിറ്റ് ഞാൻ കൂട്ടിയ വഴിക്ക് ഞാൻ എടുത്തില്ല. അമ്മയുടെ ഞാൻ ഇപ്പൊ തന്നെ ഒരു പൗച്ച് വാങ്ങിയിട്ടുണ്ടായി, സ്കൂൾ അടച്ച വഴിക്ക് വാങ്ങിയിട്ടുണ്ടായി. പിന്നെ ഞാൻ എടുക്കാൻ 110 രൂപയ്ക്ക് എന്തോ ഓഫർ ഒക്കെ ഉണ്ടായി. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.